വൃത്തിയാക്കിയ 1 കിലോ നാടൻ ചിക്കനിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നാടൻ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നെയ്യ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിക്കുക. വളരെ കുറച്ച് മതി. എന്നിട്ട് നെയ്യ് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് 4 മീഡിയം സൈസ് സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴന്നതിന് ശേഷം 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ചേർത്തിളക്കുക. പച്ചമണം ഒന്ന് മാറി വരണം. എന്നിട്ടാണ് ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത്. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് 3 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുക. നാടൻ കോഴിക്ക് നല്ല വേവുണ്ട്. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ വേവില്ല. കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അടച്ചു വെച്ച് വേവിക്കണം. ചാറോടെ എടുക്കാം, അല്ലെങ്കിൽ കുറുകിയിട്ടും എടുക്കാം. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് ഉലുവയും ഉണക്കമുളകും കറിവേപ്പിലയും മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ച് ഇളക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രുചികരമായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ട്രൈ ചെയ്ത് നോക്കൂട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാവും തീർച്ചയാണ്. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ ഇനിയും വരും. ഇനിയും കാണാം. അതുവരേക്കും ബൈ.